വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞ് ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് എക്സാമാണ്, നമ്മളുടെ 4th ഇയറിലെ എക്സാം. ഇനി ഇങ്ങനൊരു ഒത്തുപോക്ക് ഇനി എന്നുണ്ടാവുമെന്നൊന്നും അറിയത്തില്ല, കാരണം എല്ലാം കഴിഞ്ഞു, അതാണ് കാര്യം. അപ്പം നമ്മളുടെ എക്സാം വന്നിട്ട് ചിദംബരത്താണ്. പോണ വഴിക്ക് നമ്മൾ അടയാർ ആനന്ദ് ഭവനിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് 5 ദിവസം വെജിറ്റേറിയൻ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. വെജിറ്റേറിയൻ ആദ്യത്തെ ദിവസമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ക്രേവിങ്സോടെ കഴിക്കും. പക്ഷെ ഒരു 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് കഴിക്കുമ്പോൾ ഗ്യാസ് കൊണ്ട് നിറയും. നമ്മുടെ എല്ലാവരും ബാഗിൽ പുതിൻഹാരയും ഗ്യാസിൻ്റെ മരുന്നൊക്കെ ആയിട്ടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ബേക്കറിയിലാണ് നമ്മളെല്ലാവരും ഉറക്കം എണീറ്റ് കാണുന്നത്. ഒരു ബേക്കറിയാണ്. സുമേഷ് ചേട്ടനാണ് നമ്മളെ വണ്ടി ഓട്ടിക്കുന്നത്. അപ്പോൾ സുമേഷ് ചേട്ടനെ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ചായ കുടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ അവിടെ നിറയെ കേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു ജാർ കേക്ക് മേടിച്ച് കഴിച്ചായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും ഓരോ കേക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ട്രാവൽ എത്രയോ 12 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ചിദംബരം പോകാനായിട്ട്. നല്ല ഉറക്കമാണ് എല്ലാവരും. ദൈവമൊക്കെ അതോ മലന്നടിച്ച് കിടക്കുന്നത്, ചത്ത പോലെ എല്ലാവരും ഉറക്കമായിരുന്നു. ഞാനും ഉറങ്ങിയിട്ട് എണീറ്റപ്പോഴാണ് കേട്ടോ ഇവരൊക്കെ ഉറങ്ങുന്നത് കണ്ടത്. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് നേരെ അടയാർ ആനന്ദ് ഭവൻ, വീണ്ടും അടയാർ ആനന്ദ് ഭവനിൽ പോയിട്ട് നമ്മൾ മീൽസ് കഴിച്ചായിരുന്നു. ദേവ് പറഞ്ഞ് മീൽസ് പറഞ്ഞാൽ ഗുലാബ് ജാം കിട്ടും, നിനക്ക് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മീൽസ് പറഞ്ഞതാണ്. അപ്പോൾ അതിനകത്ത് ഗുലാബ് ജാമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ പൊന്നിയരിയായിട്ട് ഞാൻ അധികം സെറ്റായിട്ടില്ലായിരുന്നു. പൊന്നിയരി എനിക്ക് തിന്നുമ്പോഴത്തേക്ക് എന്തോ മാതിരി തോന്നും. പക്ഷെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രസവും ഇലക്കറിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് വെച്ച് മതിയാക്കി. പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു 8 മണിയായപ്പം ഡിന്നർ കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയപ്പോൾ പെരുമഴയായിരുന്നു. നമ്മളിരുന്ന ഹോട്ടലിനകത്തൊക്കെ ഇങ്ങനെ ചോർച്ചയായിരുന്നു. ഫുൾ വെള്ളം അകത്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രി നോണും വെജും കിട്ടുന്ന ഒരു ഹോട്ടലിലോട്ടാണ് പോയത്. പക്ഷെ നമ്മൾ വെജാണ് കഴിച്ചിരുന്നത്. ഫ്രൈഡ് റൈസും മറ്റേത് മഷ്റൂം കറിയായിരുന്നു കേട്ടോ. കുഴപ്പമില്ലായിരുന്നു. ഫ്രൈഡ് റൈസ് തിന്നപ്പം തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലോട്ട് പോവുകയാണ്. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ മഴയൊക്കെ ഏകദേശം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് രാത്രി വെളുക്കോളം വരെ പഠിത്തമൊരുക്കും. നാളെ എക്സാം ഉണ്ട്. അപ്പം വീഡിയോസായിട്ട് നാളെ വരാം. ബായ്.